പ്രാണനായി ഭാഗം 12. കൂടുതലൊന്നും കേൾക്കാനും പറയാനും നിൽക്കാതെ ഒരക്ഷരം പോലും ഉരിയാടാനാകാതെ അത്രയേറെ തകർച്ചയോടെയും അതിനെ മറയ്ക്കാനെന്ന പോൽ മുഖത്ത് ദേഷ്യത്തിന്റെ ആവരണം അണിഞ്ഞ് കാർത്തി ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു. വാതിക്കൽ നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതും ബുള്ളറ്റിന്റെ കീ അവനിൽ നിന്നും തട്ടിപ്പറിച്ചു മേടിച്ച് അതിനടുത്തേക്ക് നടന്നു. ഞൊടിയിടയിൽ ബുള്ളറ്റുമായി അവൻ ഗേറ്റ് കടന്നു പോയിരുന്നു. അവൻ പോയ വഴിയെ ഒന്ന് നോക്കി നിശ്വസിച്ചുകൊണ്ട് ദേവനാരായണൻ അകത്തേക്ക് നടന്നു. ഇനിയും ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഓരോരുത്തരായി പിരിഞ്ഞു. പലരുടെയും മുഖത്ത് നീരസം തെളിഞ്ഞു കാണുന്നുണ്ട്. വൈദേഹിയിലും മറ്റുള്ളവരിലും ഒരുപോലെ നിരാശ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും ദേവനാരായണൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് അവർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അയാളുടെ മാറ്റത്തിൽ അവർക്കൊന്നും ചെയ്യാനാകാതെ നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ. എല്ലാം കഴിഞ്ഞതിനു ശേഷമായിരുന്നു വാതിക്കൽ നിൽക്കുന്ന സിദ്ധുവിനെ അഭി ശ്രദ്ധിച്ചത്. എന്നാൽ ആരെയും ശ്രദ്ധിക്കാതെ തറഞ്ഞു നിൽക്കുന്ന അവനെ അഭി സംശയത്തോടെ നോക്കി. പിന്നെ ഇപ്പോൾ കണ്ട കാഴ്ചകളുടെയും സംഭവിച്ച കാര്യങ്ങളുടെയും വല്യച്ഛന്റെ പെരുമാറ്റത്തിന്റെയും ഒക്കെ ആയിരിക്കാം അവന്റെ ഈ നിൽപ്പ് എന്ന് തോന്നിയതും ചിരിയോടെ അഭി സിദ്ധുവിനരികിലേക്ക് ചെന്നു. ഡാ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇവിടെ നടന്നതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്റ്റ് ആണോ? സത്യത്തിൽ വല്യച്ഛന്റെ ഈ പെരുമാറ്റത്തിൽ ഞാനും ഒന്ന് ഞെട്ടി. പക്ഷെ ആള് വേറെ ലെവലാണ് മോനെ. ഹോ, പലപ്പോഴും ശ്രീ ഇവിടെ അനുഭവിക്കുന്നതൊക്കെ നോക്കി നിസ്സഹായനായി നിൽക്കുന്ന വല്യച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് വല്യച്ഛനോട് നല്ല രീതിയിൽ തന്നെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ ഇങ്ങനെ ഒരു സാഹചര്യത്തിനായി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തായാലും വല്യച്ഛൻ ഇന്ന് കസറി. ഇതും ഇന്നത്തെ കാർത്തിയുടെ സിറ്റുവേഷൻ കൂടിയായപ്പോൾ ഉറപ്പിച്ചു, ശ്രീനന്ദ ഇവിടെ തന്നെ കാണും. കാർത്തിയുടെ എന്ത് സിറ്റുവേഷൻ? അത്ര നേരം ഒന്നും മിണ്ടാതെ നിന്നിരുന്ന സിദ്ധു നെറ്റി ചുളിച്ചുകൊണ്ട് അഭിയെ നോക്കി ചോദിച്ചു. അത് കേട്ടതും ചിരിയോടെ രാവിലെ മുതലുള്ള കാർത്തിയുടെ സംശയവും ചോദ്യവും അവൻ കണ്ടതും എല്ലാം അവനോട് തുറന്നു പറഞ്ഞു. അവൻ പറയുന്ന ഓരോന്ന് കേൾക്കുമ്പോഴും ഉള്ളിൽ അകാരണമായ ഒരു ഭയം ഉടലെടുക്കുന്നത് പോലെ സിദ്ധുവിന് തോന്നി തുടങ്ങിയിരുന്നു. അവളെ, ശ്രീനന്ദിയെ തനിക്ക് നഷ്ടപ്പെടുമോ എന്നവൻ ചിന്തിച്ചു. എന്നാൽ ആരോടും ഒന്നും പ്രകടിപ്പിക്കാൻ പോലും ആകാതെ അങ്ങനെ നിൽക്കാൻ മാത്രമേ അവന് കഴിഞ്ഞിരുന്നുള്ളൂ. നീ കണ്ടോ, ആ ഗായത്രിക്ക് വേണ്ടി കളഞ്ഞു കുളിച്ച അവന്റെ ജീവിതം ശ്രീനന്ദയ്ക്ക് വേണ്ടി അവൻ തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവൻ അവളെ ഉപേക്ഷിക്കില്ല എന്ന്. ഇന്ന് രാവിലെ ഞാൻ അവനിൽ കണ്ടത് അവളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ കുറച്ചു മുന്നേ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവനിൽ ഉണ്ടായിരുന്നത് ഒരിക്കലും സഹതാപമല്ല, മറ്റെന്തോ ആയിരുന്നു. അതെന്ത് വികാരമാണെന്ന് അവൻ തന്നെ സ്വയം കണ്ടെത്തണം. അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ്? ഇതൊക്കെ കേട്ടതിന്റെ ആ ഒരു ഇതിൽ അവൻ അവളെ ചേർത്ത് പിടിച്ചതായിരിക്കില്ലേ? അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ശക്തമായി മിടിക്കുന്ന തന്റെ ഹൃദയമിടിപ്പിനെ എങ്ങനെയൊക്കെയോ തടഞ്ഞു നിർത്തി സിദ്ധു ചോദിച്ചു പോയി. സഹതാപമായിരുന്നുവെങ്കിൽ അവൻ അവളെ ചേർത്ത് പിടിക്കാൻ പോയിട്ട് അവളുടെ മുന്നിൽ നിൽക്കാൻ പോലും തയ്യാറാകില്ല. ഒരുപക്ഷെ അവൻ ഉറക്കെ സംസാരിച്ചേനെ, അവൾക്ക് വേണ്ടി വാദിച്ചേനെ. പക്ഷേ അവളുടെ ഒരു വിരൽത്തുമ്പിൽ പോലും അവൻ അവളെ സ്പർശിക്കുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അത്രയും നേരം എല്ലാവരിൽ നിന്നും പൊതിഞ്ഞ് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അവളെ അവൻ എന്നെങ്കിലും സ്നേഹിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ടടാ, അത് മതി. ചിരിയോടെയും അത്രയേറെ സന്തോഷത്തോടെയുമായിരുന്നു അഭി അത് പറഞ്ഞു നിർത്തിയത്. എന്നാൽ മുന്നിൽ നിൽക്കുന്നവന്റെ ഹൃദയം തന്റെ ഓരോ വാക്കുകളിലും തകർന്ന് തരിപ്പണമാകുന്നത് അഭി അറിഞ്ഞിരുന്നില്ല ആ നിമിഷം. ലക്ഷ്യമില്ലാതെ ബുള്ളറ്റ് എങ്ങോട്ടോ പായിക്കുമ്പോൾ കാർത്തിയുടെ മനസ്സിൽ ദേവനാരായണൻ പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. അതെ, വാശിപ്പുറത്ത് സ്വന്തമാക്കിയതാണ് അവളെ. ഒരിക്കലും ഭാര്യ എന്ന രീതിയിൽ നോക്കിയിട്ട് കൂടിയില്ല. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു താൻ ഇത്ര നേരം തന്റെ നെഞ്ചോട് ചേർത്ത് അവളെ പിടിച്ചു നിന്നത്? മറ്റാരെയും അതിനനുവദിക്കാതെ, ആരും അവളുടെ മുഖം പോലും കാണരുതെന്ന സ്വാർത്ഥമായ ചിന്തയോടെ തന്നിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചതല്ലേ അവളെ? ഓരോന്നോർക്കും തോറും വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നുന്നുണ്ടായിരുന്നു അവന്. ദേഷ്യം താൻ അങ്ങനെ പ്രതികരിച്ചതിലായിരുന്നുവെങ്കിൽ സങ്കടം അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതിൻ്റെയായിരുന്നു. പേടിയോടെ തന്നെ മുറുക്കെ പിടിച്ചു നിൽക്കുന്ന ആ കുഞ്ഞു പെണ്ണിന്റെ രൂപം മനസ്സിലേക്ക് വന്നതും കാർത്തി സൈഡിലായി ബുള്ളറ്റ് ഒതുക്കി. പിന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി ദൂരെ കാണുന്ന പുഴയ്ക്കരികിലേക്ക് നടന്നു. കുറച്ചുനേരം മോളിവിടെ കിടന്നു. ശ്രീയെയും ചേർത്ത് പിടിച്ച് ഉമയും മിത്രയും ആര്യയും ചെന്നത് ആര്യയുടെ മുറിയിലേക്കായിരുന്നു. ചുറ്റും നോക്കി എന്താണെന്ന് മനസ്സിലാകാതെ നിൽക്കുന്നവളെ കണ്ടതും അവർ 3 പേർക്കും ഒരുപോലെ അവളോട് വാത്സല്യം തോന്നിപ്പോയി. ഇത്ര പാവമായ പൂവ് പോലൊരു പെൺകുട്ടിയെ എങ്ങനെ മുത്തശ്ശിക്കും മറ്റുള്ളവർക്കും ഒക്കെ ഉപദ്രവിക്കാൻ തോന്നി എന്ന് ആര്യയും മിത്രയും ചിന്തിച്ചുപോയി.
പലപ്പോഴും അടുക്കള വാതിക്കലും മറ്റും ഒരു മിന്നായം പോലെ കാണുന്ന ആ പെണ്ണിനെ നേരിട്ട് കണ്ടപ്പോൾ ഇരുവർക്കും വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് നിഷ്കളങ്കതയായിരുന്നു ശ്രീയുടെ മുഖമാകെ. ഹോ, ഈ ചേച്ചി ശരിക്കും എന്ത് സുന്ദരിയാ അല്ലേ മിത്രേച്ചി? ശ്രീയെ നോക്കി ആര്യ അടക്കം പറഞ്ഞു. അത് ഞാൻ അടുക്കളയിൽ അവിടെ ജോലിയുണ്ട്. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ? എനിക്ക് കിടക്കാൻ തോന്നുന്നില്ല. അങ്ങനെ കിടന്ന് ശീലമില്ല. തല കുനിച്ചു നിന്ന് പതുങ്ങിയ സ്വരത്തിൽ പറയുന്ന അവളെ കണ്ടതും മൂവരും ഒരുപോലെ പുഞ്ചിരിച്ചു. ആഹാ, അപ്പൊ ചേച്ചി, സോറി ഏട്ടത്തി അങ്ങനെയല്ലേ വിളിക്കണ്ടേ വല്യമ്മേ? ആര്യ പറഞ്ഞത് തിരുത്തി ആകാംക്ഷയോടെ ഉമയോട് ചോദിച്ചതും അതേ എന്നപ്പോൾ അവർ തലയാട്ടി. ഹാ, അപ്പോൾ ഏട്ടത്തി ഇനി അടുക്കളയിൽ കയറാൻ പാടില്ല എന്നുള്ള ഉത്തരവ് ഇറക്കിയ കാര്യം ഏട്ടത്തി മാത്രമേ ഇനി കേൾക്കാനുള്ളൂ. എന്താ? ഇന്നു മുതൽ ദേവനാരായണൻ എന്ന എന്റെ വല്യച്ഛനും ഈ നിൽക്കുന്ന ഉമാദേവനാരായണനും ഏട്ടത്തിയെ സ്വന്തം മകളായി ദത്തെടുത്തു. ചിരിയോടെ ആര്യ പറഞ്ഞതും ഇതൊക്കെ എന്ത് എന്ന പോൽ ശ്രീ കണ്ണുമിഴിച്ചു. അവളുടെ നോട്ടം കണ്ടതും മിത്രയും ഉമയും ആര്യയെ കൂർപ്പിച്ചു നോക്കി. പിന്നെ പതിയെ ശ്രീയെ ബെഡിലേക്കിരുത്തി. ഇപ്പോൾ മോൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. മോൾ കുറച്ചു നേരം കിടക്ക്. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. അതൊക്കെ ഒന്ന് മാറിയിട്ട് എല്ലാം പറഞ്ഞു തരാം. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഉമ മിത്രയെയും ആര്യയെയും കൂട്ടി ഇറങ്ങിയത് മാത്രമേ ശ്രീക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. രാവിലെ മുതൽ കരഞ്ഞതിന്റെ ക്ഷീണവും തളർച്ചയും അവളുടെ മനസ്സിനോടൊപ്പം ശരീരത്തെയും ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണുകളിൽ ക്ഷീണം വന്നതും അവൾ തളർന്നുറങ്ങിപ്പോയി. ഛേ, എന്നാലും അമ്മാവൻ ഇങ്ങനെ കയറി പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇന്നത്തോടുകൂടി അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയോ വെറും വേലക്കാരി മാത്രമാക്കി മാറ്റുകയോ ചെയ്യാമായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അവളുടെ കഴുത്തിൽ നിന്നും കാർത്തിയേട്ടൻ കെട്ടിയ താലി അഴിച്ചു മേടിക്കണം എന്ന് കരുതിയതാ നമുക്ക് പറ്റിയ തെറ്റ്. അതുകൊണ്ടല്ലേ ഇന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഛേ, ഇതിപ്പോ നമ്മളെ തന്നെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതുപോലെയായിപ്പോയി അല്ലേ അമ്മേ? ദേഷ്യത്തിൽ തല കുനിച്ചിരിക്കുന്ന വൈദേഹിയെ നോക്കി നേത്ര ചോദിച്ചതും അവർ അതേ എന്ന രീതിയിൽ തലയാട്ടി. അമ്മയിരുന്ന് തലയാട്ടിക്കോ. അമ്മ എന്താ അമ്മാവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതിരുന്നത്? എന്താ അമ്മാവന്റെ നോട്ടത്തിൽ പോലും അമ്മ വിറച്ചു പോയോ? നിനക്കറിയില്ല നേത്ര, ദേവനാരായണൻ എന്ന എന്റെ ഏട്ടനെ. ദേവേട്ടൻ അതൊക്കെ പറഞ്ഞപ്പോ അച്ഛനും അമ്മയും ഒന്നും മിണ്ടാതിരുന്നത് എന്തുകൊണ്ടാണെന്നാ നീ കരുതിയത്? പേടി കൊണ്ട് മാത്രമാ. ദേവേട്ടന്റെ ദേഷ്യത്തിന് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്തിന്, ആ മുഖത്ത് നോക്കി നിൽക്കാൻ പോലും ആരും ഒന്ന് വിറയ്ക്കും. അതാണ് കാര്യം. ഏട്ടന്റെ ആ ദേഷ്യം മുഴുവൻ ആ കാർത്തിക്കും കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? എല്ലാം മറക്കാനാണോ? പറ്റില്ല. ഈ സ്വത്തെല്ലാം കാർത്തിയേട്ടൻ്റെതല്ലേ അമ്മേ? ഇത് കൂടാതെ സ്വന്തമായി ഉണ്ടാക്കിയിട്ടില്ലേ ഏട്ടൻ? എന്നിട്ട് എല്ലാം വേണ്ടെന്ന് വെക്കാനോ? എനിക്ക് പറ്റില്ല. ഞെട്ടലോടെ ഓരോന്നായി എണ്ണിപ്പെറുക്കി നേത്ര ചോദിച്ചതും വൈദേഹിയിലും അതൊരു ചോദ്യചിഹ്നമായി മാറി. എങ്കിലും ഇപ്പോൾ ഒന്നിനും ഇറങ്ങി പുറപ്പെടണ്ട എന്നവർ മനസ്സിൽ ഉറപ്പിച്ചു. ഹാ, നീ ഇങ്ങനെ പേടിക്കാതെ മോളെ, പേടിക്കാതെ. പിന്നെ ഇന്ന് അവൾക്ക് വേണ്ടി കാർത്തി എല്ലാവർക്കും മുന്നിൽ സംസാരിച്ചില്ലേ? അവളെ ചേർത്തു പിടിച്ചില്ലേ? എല്ലാം കൂടി ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇതൊക്കെ വെറും സഹതാപം മാത്രമാ. അവൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം തകർന്നു എന്നുള്ള സങ്കടം, അത് മാത്രമേ ഉള്ളൂ അവന്റെ മനസ്സിൽ. അല്ലെങ്കിലും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഇതേ ഗണത്തിൽപ്പെട്ടവരാ. ഒക്കെ എണ്ണത്തിനും സഹതാപം കൂടുതലാ. അവനും അത് പകർന്നു കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട. അവൻ എന്തായാലും അവളെ സ്നേഹിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഇനി എന്തായാലും ആ പെണ്ണിനോട് കൊമ്പ് കോർക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും കുറച്ചു നാളത്തേക്ക് പോകണ്ട. എല്ലാം ഒന്ന് മാറി തണുക്കട്ടെ, കേട്ടല്ലോ? വൈദേഹി പറഞ്ഞതും ശരി എന്ന പോൽ അവൾ തല കുലുക്കി. ഈ സമയം കാർത്തിയെ അന്വേഷിച്ച് പുഴവക്കിയിൽ എത്തിയിരുന്നു സിദ്ധുവും അബിയും. ഡാ, നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നെ? വല്യച്ഛന് അങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണോ? അവൻ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് അബി ചോദിച്ചു. മറു സൈഡിൽ സിദ്ധുവും ഇരുന്നു. അവൻ കാർത്തിയുടെ മുഖഭാവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവിടെ എവിടെയെങ്കിലും തന്റെ സ്ത്രീയോടുള്ള സ്നേഹമോ പരിഗണനയോ കാണരുത് എന്ന് അവൻ അത്രയേറെ ആഗ്രഹിച്ചു. എന്നാൽ യാതൊരു ഭാവമാറ്റവുമില്ലാതെ ഇരിക്കുന്നവനെ കണ്ടതും സിദ്ധുവിൽ അല്പം ആശ്വാസം നിറഞ്ഞു. അല്ലടാ, അവൾ ആ ഗായത്രി തുടങ്ങി അവന്റെ ഒരു ഗായത്രി. നിനക്കൊന്നും എത്ര കിട്ടിയാലും പഠിക്കില്ലേടാ ഡാഷ് മോനെ. അത് കേട്ട അബി ഉറക്കെ കാർത്തിയെ നോക്കി അലറി ദേഷ്യത്തോടെ എഴുന്നേറ്റു പോകാൻ തുടങ്ങി. എന്നാൽ അതിനനുവദിക്കാതെ കാർത്തി അവനെ തടഞ്ഞ് തനിക്ക് അരികിൽ തന്നെ ഇരുത്തി. ആ മോളെക്കുറിച്ച് എന്തെങ്കിലും പറയാനാണെങ്കിൽ കാർത്തി ഉറപ്പാ, കുറച്ചു മുന്നേ വല്യച്ഛൻ തന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ ഡോസ് ഉള്ളത് ഈ നിമിഷം നിനക്ക് ഞാൻ തന്നിരിക്കും. ദേഷ്യത്തിൽ ഉറഞ്ഞു തുള്ളുന്ന അബിയെ കണ്ടതും കാർത്തിയിൽ ചിരി വിടർന്നു. അവൻ അതേ ചിരിയോടെ അബിയെ നോക്കി. എന്റെ അബി, ഞാൻ ആദ്യം പറയാൻ വന്നത് മുഴുവൻ നീ ഒന്ന് കേൾക്ക്. എന്നിട്ട് മതി തരലും കൊടുക്കലും വാങ്ങലും ഒക്കെ. ആ പറ.
വലിയ താല്പര്യമില്ലെങ്കിലും അവന് പറയാനുള്ളത് കേൾക്കാൻ അവൻ തയ്യാറായി. അന്ന് രാത്രി അവൾ എനിക്ക് മുന്നിൽ വന്നു നിന്ന് ആടിയ ആ നാടകം ഞാൻ വിശ്വസിച്ചു പോയടാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വാശിപ്പുറത്ത് അവളെ, ആ പാവം പെണ്ണിനെ താലി കെട്ടിയത്. ഒരിക്കലും അവളെ ദ്രോഹിക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നില്ല. തറവാട്ടിലുള്ള ഓരോരുത്തരോടുമുള്ള ദേഷ്യത്തിലായിരുന്നു. ഗായത്രി തറവാട്ടിലുള്ളവർ അവളെ കൊല്ലും എന്നുവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഞാൻ വീണുപോയടാ. പക്ഷെ ഞാനൊരു മണ്ടൻ. കാൽ കാശിന് ഗതിയില്ലാതെ കഷ്ടപ്പാടിൽ കഴിഞ്ഞ അവളുടെ വിവാഹം ആ വീട്ടുകാർ എങ്ങനെ ഇത്ര ആർഭാടമായി നടത്തിയെന്ന് ചിന്തിക്കാൻ പോലുമുള്ള ബുദ്ധി ഞാൻ ആ സമയം പ്രയോഗിച്ചില്ല. വാശിയും ദേഷ്യവും സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ട വേദനയും എല്ലാം കൊണ്ടും വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. എന്നാൽ ഇന്ന് അച്ഛൻ അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവൾ എന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അവൾക്ക് എന്നേക്കാൾ കൂടുതൽ എൻ്റെ പണത്തിനോടായിരുന്നു പ്രണയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനാകെ തകർന്നു പോയടാ. കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകൾ, ദേഷ്യവും സങ്കടവും ഒരുപോലെ അവന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. അത് നോക്കി നിസ്സഹായരായി നിൽക്കാനേ സിദ്ധുവിനും അഭിക്കും കഴിയുമായിരുന്നുള്ളൂ. പലവട്ടം ഇതെല്ലാം അവനോട് പറയാൻ അവർ ശ്രമിച്ചിരുന്നു. എന്നാൽ അന്നൊന്നും അത് കേൾക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ തന്റെ കൂട്ടുകാരന്റെ, അതിനേക്കാൾ കൂടുതൽ കൂടപ്പിറപ്പിന്റെ നെഞ്ചു നീറുന്ന വേദന അവർ ഇരുവർക്കും അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. കാർത്തി, എന്താടാ ഇത്? മതി. ഇല്ലടാ, എനിക്ക് പറയണം. ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം പോലും തകർന്നു പോയടാ. ഞാൻ കാരണം ആ വീട്ടിൽ ഒരു മാസക്കാലത്തോളം അവൾ അനുഭവിക്കുന്നതിന് അപ്പുറം അനുഭവിച്ചു. സ്വന്തം മാനം പോലും അടക്കി പിടിച്ച് കഴിയേണ്ടി വന്നു. അവൾ ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വന്നത് ഞാൻ കെട്ടിയ താലി കാരണമല്ലേ? പക്ഷെ എന്നിട്ടും ആ താലി അവൾ ആർക്കും കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. എനിക്കത് മനസ്സിലാകാത്തത്, വെറുമൊരു ലോഹത്തിനോട് അവൾ എന്തിനാ ഇത്രയധികം കമ്മിറ്റ്മെന്റ് വെക്കുന്നത്? മുടികൾക്കിടയിലൂടെ കൈയൊടിച്ച് അസ്വസ്ഥനായി കാർത്തി പറഞ്ഞതും അഭിയിൽ പുച്ഛം വിരിഞ്ഞു. നീ ആ താലിയെ വെറുമൊരു ലോഹമായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ അവൾക്കത് അങ്ങനെയല്ല. ഒരുപക്ഷെ നീ തനിച്ചായി പോകുന്ന സമയങ്ങളിൽ, മാനത്തിന് വില പറയേണ്ടി വരുന്ന സമയങ്ങളിൽ ഒക്കെ അവൾക്ക് താങ്ങായി ധൈര്യമായി ഉണ്ടായിരുന്നത് ആ താലി ആയിരിക്കുമെടാ. വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണ് തളർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ അവൾക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം പകരുന്നത് എന്താണെന്ന് നിനക്കറിയോ? ഇല്ല, താലി കെട്ടിയ ഒരുത്തൻ കൂടെയുണ്ട് എന്നതാ. പക്ഷെ അവൾക്ക് അങ്ങനെ ഒരുത്തൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ ആയിരുന്നല്ലോ. അത് കേട്ട അഭി തന്റെ തല കുനിച്ചു. അപ്പോൾ നിന്റെ ധൈര്യം അവൾ ആ താലിയിൽ അടക്കി പിടിച്ചു തീർത്തു. ഒരുപക്ഷെ ഇന്ന് അവൾ നിന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത്, വിശ്വാസം അർപ്പിക്കുന്നത് ആ താലിയിൽ തന്നെയായിരിക്കും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്കെന്നും കൂട്ട്. അങ്ങനെയുള്ള താലിയോടല്ലാതെ അവൾ വേറെ ആരോടാടാ കമ്മിറ്റ്മെന്റ് കാണിക്കേണ്ടത്? അബിയുടെ വാക്കുകൾ കേട്ട് നിസ്സഹായനായി, അല്ലെങ്കിൽ അതിനേക്കാളേറെ പരാജയപ്പെട്ടവനെ പോലെ തലകുനിച്ചു നിൽക്കാനേ കാർത്തിക്ക് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം അവൻ പറഞ്ഞതെല്ലാം 100% സത്യമാണെന്ന് അവനും ഉറപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ താൻ മൂലം ഒരു പെണ്ണിനുണ്ടായതോർത്ത് അവനെ വല്ലാതെ തല പെരുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇനി ഈ സഹതാപത്തിന്റെ പുറത്ത് നീ കാരണം അവൾ ഒരുപാട് അനുഭവിച്ചു എന്ന ആ ഒരു രീതിയിൽ അവളോട് സ്നേഹമോ അടുപ്പമോ കാണിക്കേണ്ട ആവശ്യമില്ല. ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മതി ഇനി അങ്ങോട്ടും. എന്തായാലും ഇനി നിന്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും നിനക്ക് അവളോട് സ്നേഹം തോന്നില്ലായിരിക്കും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായതാ. അതുകൊണ്ട് വല്ലിച്ചൻ പറഞ്ഞതുപോലെ അവൾക്ക് പറ്റിയ ഒരാളെ ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം. ഗൗരവത്തോടെ അഭി പറഞ്ഞതും കാർത്തി അവനെ സംശയത്തോടെ നോക്കി. നീ ഇങ്ങനെ നോക്കണ്ട. വല്ലിച്ചൻ അവളെ മകളായി ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ അവൾ എന്റെ അനിയത്തിയാ. അനിയത്തിക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയുമാ. അല്ലേടാ സിദ്ധു? ഒന്നും മിണ്ടാതെ നിൽക്കുന്നവനെ നോക്കി അവൻ ചോദിച്ചതും സിദ്ധു കഷ്ടപ്പെട്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു. എങ്ങനെയും അഭിയില്ലാത്ത സമയം കാർത്തിയോട് തന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയണമെന്നും അവളെ തനിക്കായി വിട്ടു നൽകണമെന്ന് പറയണമെന്നും അവൻ മനസ്സിൽ ഉറപ്പിച്ചു. കാരണം ഇപ്പോൾ കാർത്തിക്ക് സ്ത്രീയോടുള്ളത് വെറും സഹതാപം മാത്രമാണെന്ന് അവൻ അറിയാമായിരുന്നു. നീ എന്തിനാ അവൾക്ക് ചെക്കനെ ആലോചിക്കുന്നത്? ഞാൻ താലി കെട്ടിയ ഞാൻ കെട്ടിയ താലി പോലും കഴുത്തിൽ നിന്നും അഴിക്കാത്തവൾ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാർത്തി പുച്ഛത്തോടെ ചോദിച്ചതും അബിയിലും അതേ പുച്ഛം തെളിഞ്ഞു. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ എന്താണെന്ന് നീ കേട്ടില്ലായിരുന്നോ? എടാ, ആരും താങ്ങും തണലും ഇല്ലായിരുന്നു എന്ന് തോന്നിയപ്പോ തനിക്ക് താങ്ങാനും തന്നെ സംരക്ഷിക്കാനും ഈ താലി മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിലാണ് അവൾ ആ താലിയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പൊതിഞ്ഞു പിടിക്കാനും തുടങ്ങിയത്. പക്ഷെ ഇപ്പോ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ അവൾക്ക് ചുറ്റും. അവൾക്ക് കിട്ടാത്ത സ്നേഹവും സംരക്ഷണവും ഒക്കെ ഞങ്ങളായി തന്നെ അവൾക്ക് കൊടുക്കും. അങ്ങനെ പതിയെ അവൾ കോവിലകത്തെ ദേവനാരായണന്റെ മകൾ മാത്രമാകും. അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് താലിയുടെ ആവശ്യവും അതിനോടുള്ള കമ്മിറ്റ്മെന്റും വരുന്നില്ലല്ലോ. സംരക്ഷിക്കാൻ ആളുകൾ കൂടെ ഉള്ളപ്പോൾ ആ താലിയെ അവൾ ഓർക്കുക പോലും
ഉണ്ടാവില്ല. അതുകൊണ്ട് നീ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഒന്നും കേൾക്കാൻ നിൽക്കാതെ സിദ്ധു പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. എടാ, എന്നാ ഞാൻ പോട്ടെ. എന്താടാ ധൃതി? അത് അമ്മയ്ക്കെന്തോ ആയുർവേദ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. ആണോ? എന്നാ നീ ബുള്ളറ്റ് കൊണ്ടുപോയിക്കോ, ഞങ്ങൾ നടന്നു പോയിക്കോളാം. ചിരിയോടെ അഭി പറഞ്ഞതും രണ്ടുപേരെയും നോക്കി തലയാട്ടി സിദ്ധു വണ്ടിയുമായി പോയിരുന്നു. അവൻ പോയ വഴിയെ നോക്കി തിരിഞ്ഞ അഭി കാണുന്നത് വീണ്ടും പുഴയിലേക്ക് നോക്കി കണ്ണു നട്ടിരിക്കുന്ന കാർത്തിയായിരുന്നു. ഡാ, എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? അല്ല, സ്വന്തമായി ഒരു അനിയത്തിയൊക്കെ ആയ സ്ഥിതിക്ക്. എന്നാൽ അഭി അത് പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ കാർത്തി അവന്റെ വയറിനിട്ട് മുഷ്ടി ചുരുട്ടി നല്ലൊരിടി കൊടുത്തിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ അടി ആയതുകൊണ്ട് തന്നെ അവൻ വയറു പൊത്തി നിലത്തേക്ക് ഇരുന്നു പോയി. കണ്ണുകൾ ഇറുക്കിയടച്ച് വേദന സഹിച്ച് തല ഉയർത്തിയ അഭി കാണുന്നത് ദേഷ്യത്താൽ സംഹാര രുദ്രനായി നിൽക്കുന്ന കാർത്തികേയനെ ആയിരുന്നു. താലി കെട്ടിയ പെണ്ണിനെ അനിയത്തിയായി കാണേണ്ട അവസ്ഥയൊന്നും ഈ കാർത്തികേയൻ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയും ഇല്ല. അത്രമാത്രം തരം താഴ്ന്നവനല്ല ഈ ഞാൻ, കേട്ടോടാ. തന്റെ മുണ്ടൊന്നും മടക്കി കുത്തി ദേഷ്യത്തിൽ കാർത്തി പറഞ്ഞതും അഭി മനസ്സിലായി എന്നതുപോലെ തല കുലുക്കി. അത് കണ്ടതും കാർത്തി തന്നെ അവന്റെ കൈകൾ നീട്ടി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അഭി പതിയെ തന്റെ നടു നിവർത്തി എഴുന്നേറ്റു. ഉഫ്, എന്നാ ഇടിയടാ പന്നി നീ ഇടിച്ചത്. പിന്നെ ഇമാതിരി വർത്താനം പറഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരില്ലേ? അതിന് നിനക്ക് ദേഷ്യം വരാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അവളെ എന്തായാലും നീ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്ത് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് നടക്കുമല്ലായിരുന്നോ? അതിന് അല്ല, അങ്ങനെ വരുമ്പോ നിനക്ക് അവളോട് ഭാര്യ എന്ന ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ വരുമ്പോ വീണ്ടും സംശയത്തോടെ കാർത്തി ചോദിക്കുന്നത് കേട്ടതും അഭി കാർത്തിയുടെ കൈപ്പാങ്ങിൽ നിന്ന് കുറച്ചു മാറി അകന്നു നിന്നു. പെങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്ന ആങ്ങളെയാവാനായിരിക്കും നീ നോക്കുന്നത് എന്നാ ഞാൻ വിചാരിച്ചത്. അതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞതല്ലേ. കാർത്തി അവനിൽ നിന്നും മുഖം തിരിച്ചു. എന്തോ? എങ്ങനെ? പണ്ടോ? എടാ പുലെ, ഇന്നലെ കൂടി നീ ഇതാ പറഞ്ഞത്. ഞാൻ ഓർക്കുന്നില്ല. നീ ഓർക്കില്ല. നീ വരുന്നുണ്ടോ? സിദ്ധു ബൈക്ക് കൊണ്ടുപോയി. ഇനി ഇപ്പൊ നടന്നാലേ വൈകുന്നേരം ആകുമ്പോഴെങ്കിലും തറവാട്ടിലെത്തൂ. ഓ, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്നത് നിനക്ക് പണ്ടേ ഉള്ള സ്വഭാവമാ. വരുന്നുണ്ടെങ്കിൽ വാടാ ദാഷേ. വന്ന്. ചെവിയിൽ വിരലിട്ട് കറക്കി അഭിയും അവന് പിന്നാലെ നടന്നു. തുടരും. പ്രാണനായുടെ അടുത്ത ഭാഗവുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ഇത്രയും നാൾ എനിക്ക് വേണ്ടി കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി ഒരുപാട് വൈകാതെ സ്റ്റോറി ഇടാൻ ശ്രമിക്കും.